പഞ്ചസാര ഒലിക്കണോ നിന്റെ നിക്കത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. പുറത്ത് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത് രാവിലത്തെ വീഡിയോ ആണ്. ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആണ്. ഇപ്പം സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപാടി ഉള്ളത് കൊണ്ടാണ് ഒരു വ്ളോഗുമായിട്ട് നിങ്ങളെ മുന്നിൽ വന്നേക്കുന്നത് കേട്ടോ. രാവിലെ ഇതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തലമുടി ഇതാ റൂട്ടൊക്കെ വന്ന് ആകെ ഒരു കോലമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 3 മാസമേ ആയുള്ളൂ സ്മൂത്തനിങ് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് റൂട്ടൊക്കെ വളരും. പോരാത്തതിന് ഞാൻ ഹെയറിൽ ഓയിലും കൂടെ അപ്ലൈ ചെയ്തിരിക്കുകയാണേ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല നടുവിന് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഒരു 3 ദിവസത്തെ ഒഴിച്ചിലൊക്കെ ഒന്ന് നോക്കി. ഒഴിച്ചിൽ നോക്കിയിട്ട് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഇപ്പോഴും നമ്മുടെ ഹെയറിലൊക്കെ ആ ഒരു ഓയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് അത് ഷാമ്പൂ ഇട്ടൊന്നും വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പോരാത്തതിന് എനിക്ക് നടുവേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടായപ്പോൾ നന്നായിട്ട് കൂടി കേട്ടോ. ഈ വീഡിയോ എടുത്തതിന് ശേഷമൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്നല്ല, ഒരു ജൂൺ 8 മുതൽ എനിക്ക് തുടങ്ങിയ പെയിനായിരുന്നു കേട്ടോ. അതെല്ലാം എന്തായാലും മാറ്റി നിർത്താം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രാവിലെ മേക്കപ്പ് ഉണ്ട്, പാർലറിലോട്ട് പോകണം. ഇതൊരു ടൈപ്പ് ഓയിലാണേ. അപ്പം നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ്. എനിക്ക് നമ്മളിപ്പോൾ ഒട്ടും കെയർ ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡാൻഡ്രഫ് കയറുന്നത്. അപ്പം ഞാൻ എന്തായാലും ഓയിൽ വാങ്ങിച്ചത് വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇതാ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ വർക്കിന് പോവുകയാണ്. മോനോട്ട് എണീറ്റിട്ടില്ല. ഇന്ന് സൺഡേ ആണെങ്കിൽ ഷോപ്പ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ രാവിലെ 2 ടച്ചപ്പ് ഉണ്ട്. അപ്പോൾ ധന്യ അങ്ങോട്ടേക്ക് വരും. വെങ്ങാറമുട്ടി വെച്ചാണ് മേക്കപ്പ്. അപ്പോൾ ധന്യ അങ്ങോട്ടേക്ക് വരും. അതുകൂടാതെ തന്നെ ഇന്ന് ഫുൾ ഡേ ഞാൻ ഇന്ന് പാർലറിൽ ഇരിക്കത്തില്ല. ഇന്നൊരു ലീവ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് ഇന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് രോഹിണി മാത്രമേ ഷോപ്പിൽ കാണത്തുള്ളൂ. ഇന്ന് എങ്ങോട്ടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തി എന്ന് പറഞ്ഞാൽ അവളുടെ കുഞ്ഞമ്മയാണ് ഞാൻ. എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ പോയിരുന്നേ. അതൊരു രാത്രിയായിരുന്നു. എനിക്ക് അവളെ അടുത്ത് അധികം നേരം ഇരിക്കാനോ ചേച്ചിയോട് സംസാരിക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. എനിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ സങ്കടം തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച് വേറൊരു ദിവസം പോവാമെന്ന്. അപ്പോൾ 7-ാം മാസം ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് 8 തുടങ്ങി, 8 പകുതി ആവാറായി കേട്ടോ. അടുത്ത മാസം ഡേറ്റാണ്. അവരുടെ സ്ഥലം അങ്ങ് നെടുമങ്ങാടാണ്. അപ്പോൾ പോവുക എന്നുള്ളത്, ഈ കടയും തുറന്നിട്ടിട്ട് ഒരു പണി നടക്കത്തില്ല കേട്ടോ. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ സമയത്തിന് നടക്കത്തില്ല. അതിന് രോഹിണിയുടെ ടൈം നോക്കണം, എൻ്റെ ടൈം നോക്കണം, അങ്ങനെ അപ്പോയിൻമെൻറ്റ്സുകൾ നോക്കണം, വർക്കുള്ള ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. അങ്ങനെ 100,000 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിടത്തും ഇപ്പോൾ പോക്കില്ല. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഞാൻ എവിടെയെങ്കിലും പോവാറുണ്ടാകുന്നു. ഈ വർക്കിന് പോകുന്നതല്ലാതെ ഒരു കാര്യത്തിന്, ഒരു റിലേറ്റീവ്സിൻ്റെ കാര്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിക്കോട്ടെ ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ഫാമിലിയിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരുടെയും ഫോട്ടോ കാണുമ്പോൾ സത്യം പറയാൻ ഞാൻ മാത്രം അതിൽ കാണത്തില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ വിഷമം തോന്നുമെങ്കിലും നമ്മുടെ തൊഴിൽ ഇതാണല്ലോ, നമ്മുടെ അന്നം ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനല്ലേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പല കാര്യങ്ങളും വിട്ട് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ മേക്കപ്പൊക്കെ നടക്കുകയാണ്. 2 ടച്ചപ്പ് മേക്കപ്പ് ആയിരുന്നു. ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ആയിരുന്നു. ഞാൻ രാവിലെ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പതിവില്ലാതെ രാവിലെ കാപ്പി കുടിച്ചു. തന്നെ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. ഇത് ധന്യയുടെ കയ്യിരിക്കുന്ന അച്ചാറുകളാണ്, നാരങ്ങയും മാങ്ങ അച്ചാറും. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ നന്നായിട്ട് അച്ചാറിടും കേട്ടോ. അപ്പോൾ ധന്യ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു. നല്ല രീതിയിൽ അച്ചാറിടും. പക്ഷെ ഞാൻ അങ്ങനെ അച്ചാർ ഇപ്പം അങ്ങനെ കഴിക്കാറേ ഇല്ല. അച്ചാർ വളരെ കുറവാണ് കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ ചിലപ്പോൾ എടുത്താലായി. ഞാനിപ്പോൾ കഴിക്കില്ലെങ്കിൽ കൂടിയും വീട്ടിൽ എന്തെങ്കിലും ഒരു അച്ചാർ സ്റ്റോക്ക് കാണും. അപ്പോൾ ധന്യയ്ക്ക് വീട്ടിലത്തെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പാർലറിലോട്ട് വന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തന്നെ ഞങ്ങൾ നെടുമങ്ങാട് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോയിൻമെൻ്റ് ഉള്ളത് കൊണ്ട് ആ വർക്കും എടുത്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ. ഏതാണ്ട് 11 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇതുകൊണ്ടാണ് ഞാൻ എല്ലായിടും പോകാനും മടിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് ടൈം പറയുമ്പോൾ എനിക്ക് ആ ടൈമിന് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. വീട്ടിൽ അമ്മയോടും കൊച്ചിനോടും 11 മണിയെന്നാണ് പറഞ്ഞിരുന്നത്. കസ്റ്റമറിന് ഫേസ് പാക്ക് ഇട്ട് കൊടുത്ത സമയത്താണ് ഞാൻ ഈ ക്യൂടെക്സിന് കളർ അടിച്ചത് കേട്ടോ. നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ക്യൂടെക്സ് ഇരിക്കുന്നതുണ്ട്.
പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് 5 ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ സൈസ് ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തന്നെ കൈക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ അതിൽ കയറത്തില്ല. പക്ഷേ എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനല്ലെങ്കിലും ഡ്രസ്സ് എടുക്കുമ്പോൾ കുറച്ച് കളർഫുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. കാരണം ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുവിധ കളറിലെല്ലാം എനിക്ക് ചേരും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കളേഴ്സാണ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് രോഹിണിയാണ്. അപ്പോൾ രോഹിണി ചുമ്മാ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അതും കൂടി ഇട്ടേക്കാന്ന്. എൻ്റെ ഫേസ് ഫുൾ ഓയിലി ആയിട്ടിരിക്കുന്നില്ലേ. ഞാൻ ആയുർവേദത്തിലുള്ള തടവലെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കറുത്ത കണക്ക് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് കറുത്ത് പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, നല്ല മഴയല്ലേ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒന്ന് കറുത്തോന്നൊരു സംശയം കേട്ടോ. അതല്ലെങ്കിലും തന്നെ പറഞ്ഞിരുന്നു തന്നെ മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ എൻ്റെ നടുവേദന അതിൽ മാറിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ നീർക്കെട്ട്, കാലുവേദന അതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. കാരണം ഉള്ളം കാല് വരെ അവർ നന്നായിട്ട് മസാജ് ചെയ്ത് തരും ഓയിലിട്ടിട്ട്. അതെന്തോ നല്ല മണമുള്ളൊരു ഓയിലാണ് കേട്ടോ. ഓരോരുത്തരും സ്റ്റീം ബാത്തും ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവങ്ങളെല്ലാം പൊളി തന്നെ. പക്ഷേ എൻ്റെ നടുവേദന അതിൽ പോയില്ലെന്നേ ഉള്ളൂ. ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് കുറച്ച് ദിവസം 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ ഗോകുലത്തിൽ പോകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആൻറ്റിബയോട്ടിക് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കൂടോ കുറയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. കുറയുമ്പം കുറയട്ടല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷമാണ് മോനൂട്ടൻ്റെ കൂടെ ഒരു സൺഡേ ചിലവാക്കാൻ പറ്റുന്നത്. അല്ലാതെ വീട്ടിലിരിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഈ വർക്കിന് പോകുമ്പോഴത്തേക്ക് സലൂണിലോട്ട് കയറാൻ പറ്റാതെ ആകുമ്പം എനിക്ക് അല്ലാതെ ലീവ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പോകുമ്പോഴേ ഞാൻ മൈൻഡിൽ വിചാരിക്കും ഞാൻ സലൂണിൽ കയറാം. അപ്പൊ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇരിക്കാൻ പറ്റണത് അവന്റെ കൂടെ ബസ്സിൽ കയറി പോകുന്നതെന്ന് അറിയാവോ. അപ്പൊ എന്റെ സ്കൂട്ടി ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ എന്തായാലും വരാം, രാത്രിയാവും. അപ്പൊ ഞാൻ വിചാരിച്ചു സ്കൂട്ടി ഇനിയിപ്പം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇനി അതും കൊണ്ട് ചുമന്ന് എന്തായാലും നെടുമങ്ങാട് വരെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ലോഡും കയറ്റി ഞാൻ അതുവരെ പോകത്തില്ല. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ ഞാൻ ധന്യെന്ന് രോഹിണിയോട് പറഞ്ഞു, രോഹിണി നീ എന്നൊരു കാര്യം ചെയ്യ്, അങ്ങ് സ്റ്റാൻഡിലോട്ടാക്കിത്താ. ഇവിടെ നിന്ന് ഒരു 2 വളവ് അത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റാൻഡിലോട്ടാക്കിത്താ. അമ്മയും കുഞ്ഞും അവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബസ്സിൽ കയറി പോവാം. തിരിച്ച് ഞാൻ ബസ്സിൽ അങ്ങ് വീട്ടിൻ്റെ അവിടെ ഇറങ്ങിക്കോളാം. നാളെ വണ്ടി എടുക്കാമെന്ന് പറയും. അപ്പോൾ ഇവള് നാളെ വരുമോ ഇല്ലേന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ ഇവളെ വണ്ടി കൊടുത്തയക്കാത്തത്. കാരണം അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ രോഹിണിയുടെ കയ്യിൽ കൊടുത്തയക്കും. നീ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതിൽ വന്നാൽ മതി എന്ന് പറയും. അവൾ ബസ്സിലാണ് സാധാരണ വരുന്നത് കേട്ടോ. ഗർഭിണിയെ കാണാൻ പോകുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമല്ലോ. അപ്പം വെങ്ങാറമൂട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും ഞാൻ ചുമന്നുകൊണ്ട് പോയേണ്ടി വരും. അപ്പം ഞാൻ കരുതി നെടുമങ്ങാട് ചെന്നിട്ട് വാങ്ങിക്കാമെന്ന്. മോനൂട്ടനെയൊക്കെ കൊണ്ടുപോകണോണ്ട് ഭയങ്കര പാടാണ്. ഞാൻ മസൂട്ടിൻ്റെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ പിറകേ നടക്കത്തുള്ളൂ. അമ്മ ഉണ്ടെങ്കിൽ കൂടിയും അമ്മയെ മൈൻഡ് ചെയ്യില്ല. ഞാനില്ലാന്നുണ്ടെങ്കിൽ മോനോട്ട് അവിടെ എവിടെ വന്ന് നിൽക്കണമെന്ന് ഞാൻ നോക്കിയാണ്. ഞാൻ ഇതിന് മുമ്പും അവിടുത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 1, 2, 3 ഏതാണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും പോകുന്ന സ്ഥലങ്ങളല്ല, വല്ലപ്പോഴും പോകുന്ന സ്ഥലങ്ങളാണ്. എനിക്ക് ഒരു ഹാർട്ട് ടച്ചിങ് എന്ന് പറയുന്നത് ഞാൻ ജനിച്ച നാടാണത്. എൻ്റെ കുറച്ച് നല്ല നല്ല ഓർമ്മകളുണ്ട്. എന്നാൽ അവിടെ കൊണ്ടൊക്കെ ഫുള്ള് മാറിയിട്ട് ഞാൻ പലപ്പോഴും ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എടുക്കുമ്പം ഞാൻ ജനിച്ച നാടാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്, 1ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ കുടുംബ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കുടുംബ വീട്ടിൽ കാര്യങ്ങളൊക്കെ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മയില്ലാതെ ഉള്ളൂ. എനിക്ക് പണ്ടത്തെ കാര്യങ്ങൾ നല്ല ഓർമ്മയാണ് കേട്ടോ. എൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണതെങ്കിലും എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും കൂടിയാണ് കേട്ടോ ഈ യാത്ര. കാരണം ഇങ്ങോട്ടും അങ്ങനെയല്ല പോണില്ലല്ലോ, ഈ വർക്കിനല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ മോനോട്ടിനെയും കൊണ്ട് പോകുന്നൊരു ടൈം, അങ്ങനെ എല്ലാം കൂടി ഒരു കണക്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവൾ നെടുമങ്ങാട് എത്തിയേ. നെടുമങ്ങാട് നമുക്കിവിടെ നിന്ന് വെങ്ങാറമൂട്ടിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ യാത്ര ബസ്സിലാണെങ്കിൽ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. എനിക്ക് പിന്നെ ഫുള്ള് ടെൻഷനായിരുന്നു, എന്ത് വാങ്ങണം, ഏത് വാങ്ങണം. വാങ്ങിച്ചിട്ടുണ്ട് എങ്കിലും പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു ടെൻഷനാണ് കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുമോ? കാരണം ഇപ്പം അവൾക്ക് ആദ്യം ഷുഗറിൻ്റെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവൾക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടൂലേ എന്നൊക്കെ ഞാൻ പിന്നെ അവളെ വിളിച്ച് ചോദിച്ചേടി നിനക്ക് എന്തോ വേണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട. അപ്പം ഞാൻ പറയും നിനക്ക് അത് വേണ്ട, ഇത് വേണ്ട, കുഴപ്പമില്ല, ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്കും കൺഫ്യൂഷനായി കേട്ടോ. അങ്ങനെ ഞാൻ ചോദിച്ചു നിനക്ക് ബിരിയാണി കഴിക്കണോ?
ബിരിയാണി കിട്ടിയാൽ പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. അതും ഞാൻ ഈ മാങ്ങയും പേരയ്ക്കൊക്കെ വാങ്ങിക്കാൻ നിന്ന കോമഡിയാണ് കേട്ടോ. എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്ത് കഴിച്ചിട്ട് ഞാൻ വാങ്ങിക്കത്തുള്ളൂ. എന്തായാലും മാങ്ങയും പേരയ്ക്കും അതും ഇതും ചപ്പും ചവറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുമോ, അവൾക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആഹാരങ്ങളാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും വാങ്ങിച്ച് പിന്നെ നമ്മൾ അഞ്ജുൻ്റെ വീട്ടിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടത്തേക്കും കൂടെ വാങ്ങിച്ച്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു ദിവസം കാണാൻ പോയിരുന്നെന്ന്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അന്ന് രാത്രിയായിരുന്നു കേട്ടോ, പെരും മഴ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂട്ടിയിലാണ് പോയിരുന്നത്. അപ്പോൾ മേക്കപ്പിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. മേക്കപ്പിന് പോയതാണ് കേട്ടോ. മേക്കപ്പിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഏതാണ്ട് നെടുമ്പങ്ങാട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിൽ നിന്ന് വീണ് കേട്ടോ. വണ്ടി വീണെന്നല്ല, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ വീണ്. അതെല്ലാം ചതഞ്ഞു പോയി കേട്ടോ. അത് അവൾക്ക് കഴിക്കാൻ കൂടി പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നമ്മളൊരു കവറിലാക്കിയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഭയങ്കര പാടായിരുന്നു അല്ലാതെ. പിന്നെ നെടുമങ്ങാടുന്ന് നമ്മൾ ആര്യനാട് ബസ്സിൽ കയറി ചേച്ചിയുടെ അവിടുത്തെ സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് പോകാൻ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ ആട്ടോ വിളിച്ച്. തലേ ദിവസവും രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഇറങ്ങാൻ നേരത്തെ അമ്മ പറയുകയും ചെയ്തു ഇന്നിപ്പോൾ പോകണത് പെരും മഴ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും ഇന്നാണെങ്കിലും നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവൾ പ്രസവിച്ചിട്ടായിരിക്കും പോയി കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. ഭാഗ്യത്തിന് മഴ ഒന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളതാ ഈ ആട്ടോയിൽ നിന്ന് വീടിൻ്റെ മുമ്പിലോട്ട് ഇറങ്ങിയ സമയത്താണ് അങ്ങോട്ട് എടുത്ത് ഒഴിക്കുന്ന രീതിയിൽ മഴയായിരുന്നു കേട്ടോ. ഭാഗ്യത്തിനാണ് ഞങ്ങൾ എത്തിയിട്ട് മഴ പെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഫുള്ള് നനഞ്ഞു കോന്ന്. അത് നമ്മൾ മാത്രമല്ല, കുഞ്ഞും കൂടെ ഇല്ലേ. അപ്പം ആകെപ്പെട്ടു പോയാനെ. എന്തായാലും ഇതുവരെ എത്തിയത് സേഫായിട്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു ചീത്ത ഓർമ്മയുണ്ട്. 2-3 വർഷമാവും ഒരു ഓണം കഴിഞ്ഞ്, തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്ന് ഓണം കൂടാൻ വന്നതായിരുന്നേ. അപ്പം അതിനിടയിൽ എനിക്കൊന്നൊരു വർക്ക് കിട്ടി. അപ്പോൾ വർക്കിന് പോയ സമയത്ത് മിസ്സായി പോയത്. ആധാർ, തിരിച്ചറിയ കാർഡ് മഴ പോയി വീണ്. അവിടെയും വീഡിയോ ഇവിടെയും വീഡിയോ. അവൾ എന്നെ പോലെ ഒരു കുഞ്ഞു വ്ളോഗറാണ് കേട്ടോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിൽ പകുതി മുക്കാലും അവളെ മടി കാരണം അവൾ വീഡിയോ ഇടാറുമില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒട്ടും ഇടാൻ തോന്നാത്തത് കൂടി ആയിരിക്കാം. കാരണം ക്ഷീണവും പിന്നെ ഇതിനൊക്കെ ഒരു മൂഡ് വേണമല്ലോ. അതൊന്നാമത്തെ കാര്യം. എത്രയെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എഡിറ്റിങ്ങും നടക്കത്തില്ല, വീഡിയോ എടുക്കാൻ കൂടി തോന്നത്തില്ല. ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം കഴിഞ്ഞ വ്ളോഗിൽ കുറേ പേര് എനിക്ക് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അടിയിൽ, ചേച്ചി വീഡിയോസൊക്കെ ഇടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഒന്നും വലിയ കോൺസെൻട്രേഷൻ ഇല്ലല്ലോ എന്ന്. ശരിക്കും കോൺസെൻട്രേഷൻ വളരെ കുറവാണ് കേട്ടോ. വിചാരിച്ചു കഴിഞ്ഞാൽ ഇടാനൊക്കെ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ നമ്മളെ മൈൻഡും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കണ്ടേ. മോനൂട്ടൻ എൻ്റെ അടുത്ത് വന്നങ്ങിരിക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ നിന്ന് താഴത്തിറങ്ങാതെ. ഭയങ്കര നാണം. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ കുറേ തവണ വഴക്ക് പറഞ്ഞാണ് ഒന്ന് നിലത്താക്കിയത് കേട്ടോ. ആദ്യം ഒരു അരമണിക്കൂറോളം എൻ്റെ തോളത്തുനിന്ന് മാറൂലായിരുന്നു. അത് അവിടുത്തെ പരിസരമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകാനാണ് കേട്ടോ പാട്. ഞാൻ 4 വയസ്സ് വരെയാണ് ഈ നാട്ടിൽ നിന്നത്. ഇത് കുടുംബ വീടെന്ന് എവിടെയോ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മ. ഇതല്ല കുടുംബ വീടായിരുന്നത്. തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരം അപ്പുറമാണ് കേട്ടോ. അവിടെയായിരുന്നു വീടുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ പൊളിച്ച് കളഞ്ഞ് എത്രയോ വർഷമായി. അപ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ചതും 4 വയസ്സ് വരെ നിന്നതും. പിന്നീടാണ് ഇവിടെ നിന്ന് വെഞ്ഞാറമൂട്ടിലോട്ട് കൊണ്ടുപോയത് കേട്ടോ. വല്യമ്മ അവിടെയായിരുന്നു താമസം. ഞങ്ങൾ വരുമെന്ന് ഡയറക്റ്റായി പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് അവർ അറിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. കാരണം അവർ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിന്നുവിന് ഞാൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇങ്ങനെ വെളിയിലത്തെ ഹോട്ടൽ ഫുഡൊക്കെ കൊടുക്കുന്നത് ബെറ്റർ ആവോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നേ. പണ്ടേ ഉള്ള കലാപരിപാടിയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യം പറിച്ചില്ല കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഫാമിലിയിലെ ബോണ്ട് തന്നെ നമുക്കറിയാൻ പറ്റണത്. കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ 5 കൂടെ ഉള്ളപ്പോഴാണ് നല്ല രസം. പക്ഷെ 5 എൻട്രി ആയത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ അഞ്ജുവിൻ്റെ വീട്ടിലോട്ടാണ്. ഞാൻ ഇവിടെ എപ്പോഴും വന്നാലും അഞ്ജുവിൻ്റെ അവിടെ കയറി. അഞ്ജുവിൻ്റെ അവിടെ വന്നാലും ഞാൻ കുളപ്പട ഇവിടെയും കയറാറുണ്ട്. ഇവിടെ കുളപ്പട എന്നാണ് പറയുന്നത് കേട്ടോ എപ്പോഴും. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വയറ് വീർത്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും.
നല്ല ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, ചേച്ചി വെച്ച കറിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നേ, നല്ല കളർഫുള്ളായിരുന്നു, ഭയങ്കര സ്പൈസി ഒന്നും അല്ലായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണത് ചിന്നുവിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അടുത്ത മാസമാണ് ഡേറ്റ്. സത്യം പറ, നീ നോക്ക്, ഡാൻസ് കളിക്കാൻ വന്നേണോ? ഡാൻസ് കളിക്കാൻ എടി നിന്റെ അമ്മേരെ കുച്ചിപ്പിടി ഡാൻസ് ആണോ? ഓടി വാ. പഞ്ചസാര ഒലിക്കണോ? അങ്ങനെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അഞ്ചു വന്നു. അഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുളപ്പട എത്തുമ്പോൾ എന്നെ വിളിച്ച് പറ, ഞാൻ അവിടെ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാമെന്ന്. അതെന്തായാലും നല്ല കാര്യമായി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോവുക ഓക്കെയാണ്, പക്ഷെ അത്ര പോസിബിൾ അല്ല കേട്ടോ. അങ്ങനെ പിന്നെ അഞ്ചു വന്നു. അനിയാ നിൽ പോണ്. മരുമോനാ? അപ്പൊ മരുമോനെ, മോനെ മരുമോനെ. ശരി ചാച്ച. നല്ല മഴ. എവിടെ? അവിടെ ഉറങ്ങണോ? കറണ്ടില്ലേ? നോക്കൂ, കണ്ണു തുറന്നു നോക്കൂ, കണ്ണു തുറന്നു നോക്കൂ. ഇത് കടലപ്പായസം, എൻ്റെ ഫേവറേറ്റ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ ഇവിടെ വന്നപ്പോഴത്തേക്കും കടലപ്പായസം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ചോദിച്ചു കടലപ്പായസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്തവണ വന്നപ്പോൾ അവൾ കടലപ്പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ വസൂട്ടനും കണ്ണനും കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്യുമായിരുന്നേ. എൻ്റെ മൂക്കിൽ സാധാരണ മണമൊന്നും അടിക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മൂക്കിന് മണം കിട്ടാറില്ല എന്ന്. പക്ഷെ ഈ നെയ്യുടെ മണം എനിക്ക് നന്നായിട്ട് അടിച്ച് കയറി കേട്ടോ. അപ്പം ഞാൻ നോക്കിയതാണ്, ക്യാൻറ്റീനിൽ നിങ്ങളുടെ ഒരു വാങ്ങിച്ചാണ്. നല്ല നെയ്യ് കേട്ടോ. പറ്റുമെന്നുള്ളവർ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കേ. വസൂടെ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇച്ചിരി വാല് കാണിക്കാറുണ്ട്, ഒരു ശക്കല, ഒരു പൊടിക്ക്. പക്ഷേ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അവ എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, നല്ല സ്വഭാവമായിരുന്നു. ഞാൻ അങ്ങനെ അവനെ വഴക്കുറയേണ്ട അവസ്ഥയൊന്നും വന്നില്ല. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്, ഈശ്വര ഇന്നെങ്കിലും നല്ല കുട്ടിയായിട്ട് അവൻ എൻ്റെ കൂടെ നിൽക്കണേ. കാരണം എനിക്ക് കൂടുതൽ സമയം അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഉള്ള സമയം അവനെ ചുമ്മാ വഴക്കുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നൂലേ. ഇത് അഞ്ജുവിൻ്റെ ആഭരണപ്പെട്ടിയാണ്. മണിച്ചിത്രത്താഴിലെ ഗംഗ എടുത്ത് സാധനങ്ങളെടുത്ത് കാണിക്കും പോലും ഉണ്ടല്ലേ. ഞാൻ സാധാരണ എല്ലാ തൊങ്ങലും മങ്ങലും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. ലെങ്ത് ഉള്ളതാവട്ടെ, നല്ല ലെങ്ത് ഉള്ളതാവട്ടെ, ചെറിയ ലെങ്ത് ഉള്ളതാവട്ടെ, ഏതായാലും ഞാൻ ഇടാറുണ്ട്. പക്ഷേ അഞ്ചു അങ്ങനെ ഇടാറില്ല കേട്ടോ. അങ്ങനെയാണ് അവൾ പറഞ്ഞത്, എടി നീ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയി എൻ്റെ സ്ഥലം ഒത്തിരി ഫ്രീ ആക്കി തരാമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അങ്ങനെ അവളെല്ലാം പറക്കി എടുത്തോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, എടി വേണ്ട വേണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ, ഇല്ലടി ഇവിടെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, അതിരുന്ന് ഇല്ലാതെയായി പോകുന്നല്ലേ ഉള്ളൂ, അതിൻ്റെ കളർ മങ്ങി പോകുന്നല്ലേ ഉള്ളൂ, നീ ഇടുമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ. പണ്ടൊക്കെ ഞാൻ വലിയ ലെങ്തുള്ള കമ്മലൊന്നും ഉപയോഗിക്കില്ലായിരുന്നേ. ഇപ്പം എന്നെ വിഴുങ്ങുന്ന കമ്മലാണെങ്കിലും എനിക്ക് ചേർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇടാറുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ചേട്ടൻ ഇല്ല, ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അഞ്ജുവും ഞാനും ഇപ്പോൾ ചേട്ടൻ്റെ വൈഫാണ് എന്നുള്ള ഒരു ബന്ധം മാത്രമല്ല, അച്ഛൻ്റെ ബന്ധത്തിലൊരു റിലേഷനുണ്ട്, അതല്ലാതെ ചേട്ടൻ വഴിയും ബന്ധമുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ബന്ധമുണ്ട്. ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഇപ്പം റിലേറ്റീവ് ആണ് എങ്കിലും അവളും ഞാനും ഒരു എടി പൊടി വാടി ബന്ധമാണ് കേട്ടോ. ഇപ്പം എനിക്ക് രണ്ട് ചീത്തവിളി കിട്ടണ കേസാണെങ്കിലും അല്ലാതെ എന്ത് കാര്യമാണെങ്കിലും ഒരു അഡ്വൈസ് ആണെങ്കിലും ഞാൻ ആ പെണ്ണിനോട് പോയി പറയാറുണ്ട്. എന്തോ അതൊരു നമുക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് രാത്രിയായപ്പോൾ ഇറങ്ങി. അപ്പോൾ അവൾ ഇറങ്ങി നമുക്ക് ഞാൻ നെടുമങ്ങാട് കൊണ്ടുവന്ന കാരണം ഒരുപാട് ലേറ്റായി. പിന്നെ അവിടെ നിന്ന് വെങ്ങാട് ബസ്സിൽ കയറി പോയാൽ മതിയല്ലോ എന്ന്. അങ്ങനെ അവൾ നെടുമങ്ങാട് വന്നു കേട്ടോ. ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം പിന്നെ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയും, എടി നീ കയറി പൊയ്ക്കോ, കുഴപ്പമില്ല, ഞങ്ങൾ പൊയ്ക്കോളാന്ന്. അപ്പോൾ പറഞ്ഞ് ഇല്ല, നിങ്ങളെ ബസ്സിൽ കയറ്റി വിട്ടിട്ടേ പോവുള്ളൂ എന്ന്. അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിലൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് രാത്രിയാണെങ്കിലും അവൾക്ക് വലിയ പേടിയൊന്നുമില്ല, പോലീസാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാനിങ്ങനെ പറയണത് അവൾ എന്നെ ചീത്ത വിളിക്കും, അതൊന്നും അങ്ങനെ പബ്ലിക്കായിട്ട് പറയണമെന്ന് അവൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല കേട്ടോ.
വെഞ്ഞാറമൂട്ടിൽ നിന്ന് ബസ് കയറിയപ്പോഴത്തേക്കും ആ ബസ്സിൽ ഞാനും വസൂട്ടനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിരുന്നു. സത്യത്തിൽ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കണം, എന്നിട്ട് പിന്നെ ഇടവഴി കൂടെ കയറി വേണം പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ രാത്രിയിൽ പോകുക ഇച്ചിരി പാടുള്ള കാര്യമാണ്. അങ്ങനെ ഡ്രൈവർ ആ സ്റ്റോപ്പിൻ്റെ അവിടെ നിർത്തിയിട്ട് പറയും, നിങ്ങൾക്ക് ഇവിടെയാണോ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്? അപ്പോൾ പറയും അല്ല, കുറച്ചുകൂടെ മുമ്പോട്ട്. എങ്കിൽ പിന്നെ ഇരിക്കുക, ഞങ്ങൾ അങ്ങോട്ട് ഇറക്കി തരാമെന്ന് പറയും. രാത്രിയല്ലേ കൊച്ചിനെ കൊണ്ട് പോകേണ്ടതെന്ന്. ശരിക്കും പറയട്ടെ, നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.